7, 6, 5, 4, 3, 2, 1. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, രണ്ട് കാര്യങ്ങൾ ഇപ്പോഴേ പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്ന്, ഈ വീഡിയോയുടെ ഇൻ്റർവെൽ വരെ ഒരു ഗസ്റ്റിനെ വേൾഡിനകത്ത് ഇൻവൈറ്റ് ചെയ്യാനുള്ള തുടക്കങ്ങളായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ കണ്ട കാര്യം, ആ TNT ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. സോ ആദ്യമേ തന്നെ ഗൈസ്, ഞാനൊരു ഹൗസ് പൊളിച്ച് അത് റീബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഗൈസ്. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ എന്തായാലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്പോൺ പോയിന്റിൽ വല്ല സംഭവം ഉണ്ടാക്കി വെച്ചാലോ എന്ന് വിചാരിച്ച് ഇത് നോക്കി ഗൈസ്, ഇതെന്നാടാ KGF. പിന്നെ അന്ന് ഞാൻ നേരെ കിടന്നുറങ്ങി ഗൈസ്. രാവിലെ എണീറ്റപ്പം ഒരു സ്പെഷ്യൽ ആളെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാണുന്നതാണ് വിച്ചെന്ന് പറയുമ്പോഴേക്കും ഒരു മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പെണ്ണും പിള്ളയാണ് ഗൈസ്. ഈ പോയിസൺ എന്ന് പറഞ്ഞൊരു പോഷനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരുടെ കയ്യിലിരിക്കും. നമ്മൾ അടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്തോട്ട് വലിച്ചെറിയും. വെറുതെ എന്തിനാണ്? സോ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകാത്തത് ഗൈസ്. നമ്മൾ മുന്നത്തെ ഒരു എപ്പിസോഡിനകത്തൊരു കോമ്പസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ഗൈസ്. നമ്മൾ ആ സാധനം നമ്മുടെ ചെസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സ്പോൺ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പോയി ഗൈസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ നമ്മൾ സ്പോൺ ആയ സ്ഥലത്ത് തന്നെ ഒരു ബ്ലോക്ക് താഴോട്ട് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ നമുക്ക് സ്പോൺ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് അത്ര പാടൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ, ഒരു കോമ്പസ് എന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കണത് ഗൈസ്. ഈ കോമ്പസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, പടക്ക് നോക്കിയ യന്ത്രമാണ് ഗൈസ്. സോ നമ്മൾ സ്പോൺ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പോൺ പോയിന്റ്. ആരെങ്കിലും ഇവിടെ സ്പോണായി വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലത്തായിരിക്കും ആ ഒരു പുള്ളിക്കാരനോ അല്ലെങ്കിൽ പുള്ളിക്കാരിയോ സ്പോണായിട്ട് വരാം. സോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലക്ഷ്യം മാറ്റി ഞാൻ നേരെ എൻ്റെ ഡയമണ്ട് പിക്കാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മൈനിങ്ങിനായിട്ട് കയറിപ്പോയി. സോ എൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് റെഡ് സ്റ്റോൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ഈ എപ്പിസോഡ് മൊത്തവും റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുള്ള പോലെ തന്നെ ഈ എപ്പിസോഡിലും ഞാൻ എന്താണ് ചെയ്യാൻ പോണതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗസ് ചെയ്യും. എന്തായാലും സ്പോൺ പോയിന്റിലുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ്, അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് കാണാനായിട്ടുള്ളൊരു സംഭവം. ആൻഡ് എൻ്റെ ഓൾഡ് വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് അറിയിക്കുവാണെങ്കിൽ ഇത്തിരി സന്തോഷമായാണ് എനിക്ക്. പണ്ടത്തെ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്നുള്ളത് മറ്റേ ജോണി ബ്രൗൺസും മറ്റേ ലൈറ്റ് ആഗമിയും സേറാദേവുനെയൊക്കെ എനിക്കിപ്പോഴും അറിയത്തുള്ളൂ കമൻ്റൊക്കെ ഇടുന്ന വഴി. കുറച്ചധികം റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചു ഗൈസ്. അങ്ങനെ തന്നെ മൈൻ ചെയ്ത് പോയപ്പോഴാണ് ഗൈസ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷേ ആ ഡയമണ്ട് ഇരിക്കുന്ന സ്ഥലം കണ്ടായിരുന്നു ഗൈസ്. ഇതെങ്ങനെടേ ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്? ഒരു വിധത്തിൽ പകുതി ഡയമണ്ടൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് പകുതിയൊക്കെ ആ ലാവയ്ക്കകത്ത് വീണത് അങ്ങനെ പോയി. ബട്ട് ഈ ഒരു സ്ഥലം കുറച്ച് വർണ്ണകമായിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ആ കാണുന്ന ചെടിയും കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്നൊരു തോന്നൽ വന്നു. സോ നമ്മുടെ കയ്യിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് അത്രയും അടുത്തോട്ട് പോയിട്ട് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി നമ്മുടെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കല്ലിൻ്റെ മേളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടരുന്ന വെള്ളം കാരണം ആ ഒരു ലാവയും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ ഒബ്സ്റ്റീഡിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. സോ അതിൻ്റെ മേളിൽ കയറി നമുക്ക് നിന്നാൽ പോരെ. അങ്ങനെ ഞാൻ ആ ഐഡിയയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തു. നമുക്ക് എന്തായാലും ആവശ്യം വരും ഗൈസ്. ദെൻ തിരിച്ച് വന്ന് വീണ്ടും റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചു. കിട്ടിയതൊക്കെ ചെസ്റ്റിനകത്ത് കൊണ്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഡിസ്പെൻസറാണ് ഗൈസ്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലത്തെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് വെച്ചാലും അത് മേളിലോട്ട് ഇങ്ങനെ പുഷായി പോകും ഗൈസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ആ സാധനത്തിനെ ഈ സാധനം വലിച്ചെറിയും പുറത്തോട്ട്. സോ ഗൈസ്, നമുക്ക് ഈ സംഭവം പതിയെ സെറ്റാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സംഭവം സെറ്റാക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല ഗൈസ്, കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ്. അതായത് ഗൈസ്, നമ്മൾ ഈ കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോൺ എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. പക്ഷേ സ്റ്റോൺ കുറച്ചും കൂടി മിനുസമായിട്ടുള്ളതായിരിക്കും. കോബിൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ സ്റ്റോൺ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളൊരവസ്ഥയാണ്. എന്നാലും ഗൈസ് അത് ബ്ലോക്ക് പോലെ തന്നെ ആയിരിക്കും കാണാനായിട്ട്. അതായത് വാട്ടറും ലാവയും കൂടിച്ചേരുന്ന ആ സ്ഥലത്തായിരിക്കും ഈ ഒരു കോബിൾ സ്റ്റോൺ ഉണ്ടാവുക. സോ ലാവയും ഇങ്ങനെ ഒഴുകി വരും, വാട്ടറും ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഒഴുകി പോകും. സോ നമുക്ക് ആ ഒഴുകിയ ആ ഒരു അറ്റത്ത് നമുക്ക് എന്തുകൊണ്ടും ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിക്കൂടാ. വാട്ടറും ലാവയും കൂട്ടിമുട്ടുന്ന ആ ഒരു അറ്റത്ത് എന്തായാലും കോബിൾ സ്റ്റോൺ ഉണ്ടാവും. സോ നമ്മളത് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോബിൾ സ്റ്റോൺ വീണ്ടും ഉണ്ടാവും. വീണ്ടും അത് ഒഴുകിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ ഉണ്ടായി നമ്മൾ പൊട്ടിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ കോബിൾ സ്റ്റോൺ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വയ്ക്കാം. ഇതാണ് ഗൈസ് കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ദെൻ അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ പോയി. എന്തോ ഭാഗ്യത്തിന് എന്തോ ഒരു എൻചാൻറ്റിങ് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് അറിയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. സോ ഗൈസ്, മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സിന് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ അടിക്കാൻ മടിക്കരുത് ഗൈസ്. നമ്മൾ ഇവിടെയാണ് ബിൽഡ് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് ഗൈസ്. സോ വേണ്ടാണ്ട് കിടക്കുന്ന കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു ഗൈസ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഗൈസ് ഒരു ഹാർട്ട് ഷേപ്പ് പോലെ കൊണ്ടുവന്ന് നോക്കിയ ഗൈസ്. നമ്മൾ മോബ്സിനെയും കാര്യങ്ങളൊക്കെ കൊന്നുകൊണ്ടിരുന്നു. കാര്യം ഇവന്മാരെ കൊന്നിട്ട് വേണം നമുക്ക് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട്. ചുമ്മാ ഏതെങ്കിലും മോബ്സിനെ കൊന്നിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് ക്രീപ്പറിനെ തന്നെ കൊല്ലണം, എന്നാലേ ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ആൻഡ് ഷുഗർ കെയിനൊക്കെ പൊട്ടിച്ചെടുത്ത് താഴെ കൊണ്ടുപോയി നട്ടു.
അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബോൺ മീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഷുഗർ കെയിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇത് പെട്ടെന്ന് വളരുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഷുഗർ കെയിൻ നമുക്ക് ഇവിടെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റി. ദെൻ ആ സംഭവങ്ങളെല്ലാം പേപ്പറാക്കി മാറ്റി ഗൈസ്. ഈ ഷുഗർ കെയിൻ വെച്ചാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത്. മോപ്സിനൊക്കെ ഒന്ന് കിട്ടി 24 ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് വെച്ച് പിടിച്ചു. ഈ പേപ്പറും ഗൺ പൗഡറും വെച്ചിട്ടാണ് നമ്മൾ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ആകാശത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കുന്ന പടക്കം കിട്ടാവുന്നത്രയും ഉണ്ടാക്കിയെടുത്ത് ഗൈസ്. ഇനി നമുക്ക് മോപ്സിനെ കൊന്നിട്ട് സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. അതായത് സ്പൈഡറിനെ കൊന്നിട്ട് സ്പൈഡറിൻ്റെ സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. സോ നമ്മൾ അവന്മാരെയൊക്കെ തട്ടിയിട്ട് അവന്മാരുടെ സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അമ്പ് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി ഗൈസ്. മറ്റേ ഡിസ്പെൻസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ കല്ലും അമ്പും റെഡ് സ്റ്റോണും വേണം ഗൈസ്. അങ്ങനെ ഇതൊക്കെ ഞാൻ ഇരുന്ന ഇരിപ്പിന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. സ്ട്രിങ്ങിന് വേണ്ടി ഞാൻ മോപ്പ് ഫാമിലോട്ട് പോകും. കോബിൾ സ്റ്റോൺ ജനറേറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോണും കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ക്രീപ്പർ എന്നെ കൊല്ലാൻ നോക്കിയായിരുന്നു ഗൈസ്. ഇവൻ വന്ന് കൊന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇവൻ ഈ സ്ഥലം നശിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാത്തത് ഗൈസ്. ഇതെന്തെങ്കിലും ഞാൻ സെർവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും വെച്ച് കളിപ്പിക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ എൻ്റെ പടയാളികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഇവനെ കൊന്നിട്ട് ഇവൻ്റെ ഗൺ പൗഡറും കൊണ്ടുവരുന്നവന്മാർക്ക് ഞാൻ ഈ രാജ്യം എഴുതി തരും ഗൈസ്. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇവനെ കൊണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഹൈറ്റിനകത്ത് കയറിയേക്കണത്. ദെൻ ഹാർട്ട് ഷേപ്പായിട്ട് വെച്ചേക്കുന്ന പുല്ലിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മൾ ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. ആ ഷേപ്പ് മൊത്തം നമ്മൾ ആ സംഭവം വെച്ച് ഫില്ലാക്കി. ദെൻ ഗൈസ് നമ്മൾ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങി ഗൈസ്. നമ്മൾ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫായിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന പരിപാടിയൊക്കെയല്ലേ ഗൈസ്. ആ ഒരു സംഭവം പോലെ തന്നെ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം അത് കണക്ട് ചെയ്യാനായിട്ട്. നിങ്ങളൊരു കോപ്പർ വയറായിട്ട് ഇത് സങ്കല്പിച്ചാൽ മതി ഗൈസ്. അത് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. എന്തോ റിപ്പീറ്ററോ അങ്ങനെ എന്താണ്ടാണ് അതിൻ്റെ പേര്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് മറ്റേ ശരിക്കുള്ള സ്റ്റോണാണോ അതത് ഉരുക്കിയ സ്റ്റോണും പിന്നെ നമുക്ക് അതിനകത്ത് റെഡ് സ്റ്റോണിൻ്റെ മറ്റേ ലൈറ്റും വേണം ഗൈസ് ഇതുണ്ടാക്കാനായിട്ട്. നമ്മുടെ റിയൽ ലൈഫിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എത്തുന്ന പോലെ തന്നെ ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡിസ്പെൻസറിൽ നിന്ന് നമ്മുടെ ഫയർ വർക്ക് മേളിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ പ്ലാൻ. സത്യം പറഞ്ഞാൽ അവർ എഞ്ചിനീയറായിട്ട് മാറിക്കഴിഞ്ഞു ഗൈസ്. മറ്റേ സംഭവം ഞാൻ 4 വശത്തായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചു ഗൈസ്. ദെൻ നടുക്കായിട്ടൊരു പ്രഷർ പ്ലേറ്റും ഞാൻ വെച്ചു. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തോട്ടുള്ള ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യും. ദെൻ നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ ആ ഒരു ഡിസ്പെൻസറിനകത്തിട്ട് 2 ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദൂരത്ത് പോയിട്ട് ഒരു പ്രഷർ പ്ലേറ്റിൻ്റെ മേളിൽ കയറുന്നപ്പം വർക്കിംഗ് ആണ് ഗൈസ്. ഈ സംഭവം മേളിലോട്ട് പോയിട്ട് താഴെ വന്നു ഗൈസ്. ഞാൻ ഈ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാത്തിനകത്ത് ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ വൈറ്റ് കളറായതുകൊണ്ട് എന്തോ ഒരു കൊള്ളത്തില്ല ഇത് സംഭവം. സോ അതുമാത്രമല്ല നമ്മുടെ ഫയർ വർക്കിൻ്റെ കളറ് മാറ്റാൻ പറ്റും ഗൈസ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കളറ് മാറ്റി അടിച്ചുകൂടെ ഇത്? പോരാത്തതിന് വരാൻ പോകുന്ന ഒരു ലേഡി ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രദേശം ഫുള്ള് പിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിങ്ക് കളർ തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നമുക്ക് ഈസി ആയിട്ട് പിങ്കിൻ്റെ ഡൈ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇവിടെയാണ് ചെറിയ ബ്ലോസത്തിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിങ്കിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡൈ ആക്കി മാറ്റി ഗൈസ്. ദെൻ ഗൺ പൗഡറുമായിട്ട് ഇത് മെർജ് ചെയ്തപ്പോഴേക്കും ഗൈസ് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് കിട്ടി. ദെൻ പേപ്പറും ഗൺ പൗഡറും ഈ കിട്ടിയ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിങ്ക് ആയിട്ടുള്ള ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു സംഭവമാണ് വെള്ള പടക്കം ഗൈസ്. ആൻഡ് ഇതൊന്ന് നോക്കിയ ഗൈസ്, ഇതാണ് നമ്മുടെ പിങ്ക് ആയിട്ടുള്ള പടക്കം ഗൈസ്. ഇത്രയായിരുന്നു നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഗൈസ്. ഇനി ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തായിട്ടൊരു ടൈറ്റാനിക്ക് മുങ്ങിക്കിടക്കണുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ തപ്പിയെടുക്കാനും അവിടെ നിന്ന് ചിലപ്പോൾ ട്രഷർ മാപ്പ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാര്യം ഇങ്ങനത്തെ ഷിപ്പിൽ നിന്നൊക്കെയാണ് ട്രഷർ മാപ്പ് കിട്ടുക. സോ ആ ഒരു മാപ്പ് എടുത്തിട്ട് ഇവളെയും കൊണ്ട് നമ്മൾ ട്രഷർ മാപ്പ് കണ്ടുപിടിക്കാൻ പോകുന്ന RP ആയിരുന്നു ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്തോ ഒരു നിർഭാഗ്യവശാൽ അവളുടെ ഫോണിന് എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു RP കളിക്കാൻ പറ്റത്തില്ല. സോ ഇവൾ വരാൻ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പ്ലാൻ B ഉണ്ട്. അതായത് നമ്മുടെ കണ്ടൻറ്റ് മാറ്റുക എന്നുള്ളത്. സോ ഇവിടെ തൊട്ട് നമ്മൾ പ്ലാൻ A നിന്ന് പ്ലാൻ Bയിലോട്ട് മാറി. സോ നമ്മളിപ്പോൾ പ്ലാൻ Bയിലായതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റം കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് കയറ്റി വെച്ചു. തന്നെ ഒരു കത്തിയും ഗൺ പൗഡറും മാത്രം എടുത്തുകൊണ്ട് നമ്മൾ പോയി. വേറെ അങ്ങോട്ടല്ല, നമ്മൾ മോപ്സിനെ കില്ല് ചെയ്യാനായിട്ടാണ് പോയത്. കാര്യം നമുക്ക് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ ഇനിയും വേണം. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയ കേസ് നമ്മുടെ മോപ്പ് ഫാം കാണുമ്പോൾ മറ്റേ കൽക്കി സിനിമയത്തെ കോംപ്ലക്സ് പോലെയൊക്കെ ഇല്ലേ. ദെൻ നമുക്ക് വേണ്ട സംഭവം സാൻഡാണ് കേസ്, അതായത് മണൽ. കേസ് മണലും ഗൺ പൗഡറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ TNTയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ TNT എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബാണ് കേസ്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ദൂരെയായിട്ട് മാറിയിട്ട് നമുക്കൊരു സാൻഡും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അത് അവിടെ നിന്ന് തന്നെ ഫുള്ളും കളക്ട് ചെയ്ത് വെച്ച് കുറേ അധികം സാൻഡ് അവിടെ നിന്ന് തന്നെ കിട്ടി. ഇതിനുശേഷം നമ്മുടെ വില്ലേജുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ ചെറിയ ബ്ലോസം മരങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ വെട്ടിയെടുക്കാൻ തുടങ്ങി. അതിന് കുറേ മരങ്ങളൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം മരം വെട്ടിക്കിട്ടിയ സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഇഷ്ടം പോലെ സാപ്ലിങ്സും ഇഷ്ടം പോലെ ബ്ലോക്കുകളും കിട്ടി മരത്തിൻ്റെ. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും ഇതൊക്കെ. വീണ്ടും ആവശ്യത്തിന് മോപ്സിനെയൊക്കെ കിൽ ചെയ്ത് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ദെൻ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും TNTയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു ഗൈസ്. അതിനുശേഷം കിട്ടാവുന്ന എല്ലാ ലീഷും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ട് ഈ വില്ലേജിനോട് ചേർന്ന് നടക്കുന്ന എല്ലാ മൃഗങ്ങളെയും പുറത്താക്കാൻ തുടങ്ങി. എല്ലാ ഹൗസിലും കിട്ടാവുന്ന ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാൻ തുടങ്ങി.
ആ പരിസരത്തുണ്ടായിരുന്ന ആടിനെയും പന്നീനെയൊക്കെ പുറത്തോട്ട് വലിച്ചുകൊണ്ട് പോയി. ഗൈസ് അപ്പോഴേക്കും എന്നെയും തക്കോട്ടിട്ട് ഒരുത്തം വരുന്നുണ്ട്, ഒരു കടയാടി മോൻ വരുന്നുണ്ട് ഗൈസ്. അന്ന് നമ്മൾ റിവെഞ്ച് എടുത്തതിന് ശേഷം എന്നോട് റിവെഞ്ച് എടുക്കാൻ വരുന്നതാണ് കള്ളപ്പട്ടി. സോ ഗൈസ് ഇതിന് ശേഷം ഈ ഒരു രംഗം ഞാൻ എങ്ങനെ കാണിക്കും ഗൈസ്? എല്ലാ ഹൗസിലും ഞാൻ TNT ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നിറച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ വലിയൊരു പ്രോജക്റ്റ് തന്നെ ചെയ്തു വെച്ചു ഗൈസ്, വില്ലേജ് നശിപ്പിക്കാനായിട്ട്. ഗൈസ് ചിലവർക്ക് നല്ലപോലെ ഫീലാവും. പക്ഷേ പ്ലാൻ ബിയിൽ നമ്മൾ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ അത് പറയാൻ കേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവും. ഒന്നുമല്ല കേസ്, ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നമുക്ക് വില്ലേജ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. സോ എന്തുകൊണ്ടും അത് ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെയാണെങ്കിലും ഈ വില്ലേജ് പൊളിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. സോ എന്തായാലും നമ്മൾ പൊളിക്കുക, എന്നാൽ പിന്നെ TNT ഒക്കെ ഇട്ട് കുറച്ച് കളറായിട്ട് പൊളിക്കാമെന്ന് വെച്ചിട്ടാണ് കേസ്. വേറെ ഒന്നുമല്ല, അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് പണി അങ്ങ് തീർന്നോളും. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം കുത്തി പൊളിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ. ഇത് കണ്ട് നിങ്ങൾക്ക് വിഷമമാവണം കേസ്, നിങ്ങൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഹാപ്പി ആകും. കാര്യം ഒരു കിണ്ടം തന്നെ ഇതിനകത്ത് പണിഞ്ഞു വയ്ക്കാൻ പോവാണ് കേസ്. കാര്യം ഇനി ഈ വില്ലേജ് പണിയാൻ പോകുന്നത് ഞാനാണ് കേസ്. മാസടിച്ചിരിക്കുമ്പോഴേക്കും ദേ പോണ ഒരു ബിഗ് കേസ്, അവനെ അങ്ങ് പുറത്താക്കി വെച്ചു. പോകണം അടുത്ത ബെഞ്ച്. ഇനി ആരും ഉണ്ടാവില്ല എന്ന് വെച്ചപ്പോഴേക്കും ദേ പോണ് വേറൊരു പശു പോലത്തെ സാധനം, അവനെയും പിടിച്ച് പുറത്താക്കി കേസ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കേസ്, നമ്മുടെ പ്രഷർ പ്ലേറ്റിനകത്ത് കയറിയപ്പോഴേക്കും എന്തോ ഒരു പന്തിയുടെ കേസ്. കാര്യം ഈ ഒരു വില്ലേജ് ബ്ലാസ്റ്റ് ആയിട്ടില്ല, നമ്മുടെ പ്രോജക്റ്റ് ഫെയിലാണ്. എവിടെ പരിപാടി അവതരിച്ചാലും ഇത് തന്നെയാണല്ലോ കേസ് അവസ്ഥ. സോ ഞാൻ ഈ TNT പ്ലാൻ അങ്ങ് മാറ്റി വെച്ചു. അതുമാത്രമല്ല, നമ്മൾ TNTയിലോട്ട് ഡയറക്റ്റായിട്ട് ഫയർ കൊടുക്കുകയാണെങ്കിൽ കേസ് അത് അപ്പം തന്നെ പൊട്ടിത്തെറിക്കും 3 സെക്കൻഡിൽ. സോ നമുക്ക് അത്രയും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി ഒളിക്കേണ്ടി വരും, നമ്മൾ തന്നെ പൊട്ടിത്തെറിച്ച് ചാവും. സോ വില്ലേജിലുള്ള എല്ലാ വീടിനും തീ കൊടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാം വുഡ് വെച്ചാണ് ഉണ്ടാക്കി വെക്കുന്നത്, അതായത് മരത്തിൻ്റെ ബ്ലോക്ക് വെച്ച്. അതിനകത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ വീടെന്തായാലും കത്തും. കത്തി എങ്ങനെയും TNTയുടെ അടുത്തോട്ട് വന്ന് തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ TNTയും പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഈ വില്ലേജിൻ്റെയൊക്കെ അന്ത്യം. സോ ഞാനൊന്നും ആലോചിക്കാനായിട്ട് നിന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാ വില്ലേജിനും തീ കൊടുക്കുകയും അന്നാണ് കേസ് ഞാൻ ആ വില്ലേജിനെ അവസാനമായിട്ട് കണ്ടത്. When the